മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കൈയൊഴിഞ്ഞ് UDF സർക്കാർ. ജോണിനെയും ഷിജിനെയും കാണാതായിട്ട് ഇന്ന് 10ാം നാൾ. തെരച്ചിൽ ഇനിയും ഊർജിതമാക്കിയില്ലെങ്കിൽ സർക്കാർ ശക്തമായ സമരം കാണേണ്ടി വരുമെന്ന് CPIM. അതേസമയം ഇതുവരെയും ഫിഷറീസ് വകുപ്പ് മന്ത്രി വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ് വിഴിഞ്ഞത്തു നിന്നും മുതലപ്പുഴയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ജോണും ഷിജിനും വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെടുന്നത്. അപകടം നടന്ന് 9 ദിവസം കഴിഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിലിൽ സർക്കാർ അലംഭാവം തുടരുകയാണ്. കൂടുതൽ റെസ്ക്യൂ ടീം അംഗങ്ങളെ എത്തിച്ചുകൊണ്ട് ശക്തമായ തിരച്ചിൽ നടത്തണമെന്നാണ് രണ്ട് കുടുംബത്തിന്റെയും പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ കൂടുതൽ റെസ്ക്യൂ ടീം അംഗങ്ങളെ പോലും തിരച്ചിലിനായി സർക്കാർ ഇറക്കുന്നില്ല. മുങ്ങൽ വിദഗ്ധരെ എത്തിച്ച് തിരച്ചിൽ നടത്തണമെന്നാണ് മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഷിജിന്റെ കുടുംബത്തിന്റെ ആവശ്യം. സ്കൂബ ടീമിനെ എത്തിക്കുമെന്ന് തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള മന്ത്രി CP ജോൺ ഷിജിന്റെ വീട്ടിലെത്തി ഉറപ്പു നൽകിയെങ്കിലും അതും കൃത്യമായി നടന്നിട്ടില്ല. തിരച്ചിൽ കൃത്യമല്ലാത്തതിൽ ഇരു കുടുംബവും ഇതിനോടകം തന്നെ പ്രതിഷേധിച്ചും പരാതി പറഞ്ഞും കഴിഞ്ഞു. കൂടാതെ പ്രതിപക്ഷ പാർട്ടികൾ സമരം ചെയ്തിട്ടും മാധ്യമങ്ങളിലടക്കം വലിയ വാർത്ത വന്നിട്ടും ഫിഷറീസ് വകുപ്പും വകുപ്പ് മന്ത്രിയും ഒരു നടപടിയും എടുക്കുന്നില്ല. എന്തിന്? മത്സ്യത്തൊഴിലാളികളെ കാണാതായതിൽ ഇതുവരെയും വകുപ്പ് മന്ത്രി V അബ്ദുൽ ഗഫൂർ കൃത്യമായി പ്രതികരിച്ചിട്ട് പോലുമില്ല. സർക്കാർ തലത്തിൽ ഫിഷറീസിന് ഇങ്ങനെയൊരു വകുപ്പോ മന്ത്രിയോ ഉണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കമുയരുന്ന വിമർശനം. അതേസമയം തിരച്ചിൽ ഇനിയും ഊർജിതമാക്കിയില്ലെങ്കിൽ സർക്കാർ ശക്തമായ സമരമുഖങ്ങൾ കാണേണ്ടി വരുമെന്ന് CPIM മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.